ധനുഷ് നായക കഥാപാത്രമായി കോളിവുഡിൽ വരാനിരിക്കുന്ന ചിത്രമാണ് D55. പ്രഖ്യാപന സമയം മുതൽ തന്നെ ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. അമരൻ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ് ഈ ചിത്രത്തിന്റെയും സംവിധാനം നിർവഹിക്കുന്നത്. ശിവകാർത്തികേയന് കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിക്കൊടുത്ത സംവിധായകൻ അതിനുശേഷം ഒരുക്കുന്ന ചിത്രം എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി മമ്മൂട്ടിയും ഉണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്. 13 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും ധനുഷും ബിസ്ക്രീനിൽ ഒന്നിച്ചെത്തുന്നത്. 2013 പുറത്തിറങ്ങിയ മലയാള ചിത്രം കമ്മത്താൻ കമ്മത്തിൽ ധനുഷ് അതിഥി താരമായി എത്തിയിരുന്നു. എന്നാൽ പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി നായകനായ ധനുഷിനൊപ്പം പ്രാധാന്യമുള്ള റോഡിലാണ് എത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തെ സംബന്ധിച്ച പ്രേക്ഷകർക്ക് ഏറെ കൗതുകമുള്ള ഒരു വാർത്ത പുറത്തെത്തിയിരിക്കുകയാണ്. ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചാണിത്. പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുങ്ങുന്ന D55 നിർമ്മിക്കുന്ന ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിംസ് ആർടെക് സ്റ്റുഡിയോസുമായി സഹകരിച്ചാണ്. ഫിൽമി ബീറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിൽ ധനുഷ് വാങ്ങുന്നത് 45 കോടി രൂപയാണ്. നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായി പല്ലവിക്ക് ചിത്രത്തിൽ ലഭിക്കുന്ന പ്രതിഫലം 12 കോടിയാണ്. മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലീലയ്ക്ക് ലഭിക്കുന്നത് 3 കോടിയാണ്. സ്ക്രീൻ ടൈം താരതമ്യേന കുറഞ്ഞ കഥാപാത്രമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ചിത്രത്തിലെ സംവിധായകനായ രാജ്കുമാർ പെരിയസ്വാമിക്ക് ലഭിക്കുന്നത് 15 കോടിയാണ്. അമരൻ നേടിയ വൻ വിജയമാണ് ഇദ്ദേഹത്തിന്റെ പ്രതിഫലം ഉയർത്തിയത്. അമരന് രാജ്കുമാർ വാങ്ങിയ പ്രതിഫലം 6 കോടിയായിരുന്നു. ചിത്രം വൻ വിജയം നേടിയതിനെ തുടർന്ന് 4 കോടി രൂപ അദ്ദേഹത്തിന് നിർമ്മാതാക്കളിൽ നിന്ന് ലഭിച്ചു. അങ്ങനെയാകെ 10 കോടി. 300 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രമായിരുന്നു അമരൻ. പ്രതിഫലക്കാര്യത്തിൽ നിലപാടെടുത്തത് സായി അഭയശങ്കറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. 3 കോടിയാണ് സായിക്ക് ചിത്രത്തിൽ ലഭിക്കുന്ന പ്രതിഫലം. അതേസമയം മമ്മൂട്ടിയുടെ പ്രതിഫലക്കാര്യമാണ് തമിഴ് സിനിമാ വൃത്തങ്ങളിലും മാധ്യമങ്ങളിലും ഏറ്റവും വലിയ ചർച്ച. നിർമ്മാതാവായ ധനുഷ് മമ്മൂട്ടിക്ക് 35 കോടി നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നും എന്നാൽ മമ്മൂട്ടി അതിന് തയ്യാറായില്ല എന്നുമാണ് റിപ്പോർട്ട്. അത്രയും തുക തനിക്ക് വേണ്ടെന്ന് മമ്മൂട്ടി അറിയിച്ചതായാണ് അറിയുന്നത്. അതേസമയം ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ മലയാളത്തിലെ മുതിർന്ന അഭിനേതാവിന് കൊടുക്കേണ്ട ബഹുമാനം കുറയാത്ത ഒരു പ്രതിഫലം ഉറപ്പിക്കണമെന്ന നിർമ്മാതാക്കൾക്കും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ശേഷം 24 കോടിക്ക് മമ്മൂട്ടി സമ്മതം മൂളിയെന്നാണ് വിവരം. നിർമ്മാതാക്കളുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നത് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള പശ്ചാത്തലത്തിൽ മമ്മൂട്ടിയുടെ സമീപനത്തിന് വലിയ കയ്യടി ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിക്കുമെന്നുറപ്പാണ്.